ഹായ്. അപ്പം നമ്മൾ ചെറിയൊരു ട്രിപ്പ് പോവാണ്. ഇപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. എന്നാ ബാഗ് എടുക്ക്. വലിയ ബാഗ് ഇടും. അതെ, ഞാൻ പിടിക്കും. വലിയ ബാഗ് ഇട്. വലിയ ബാഗ് നീ ഇടും, ചെറിയ ബാഗ് ഞാനിടും. സഹായിക്കൊക്കെ ചെയ്യാ. പിന്നെ എന്തൊക്കെയാണ് ഞങ്ങൾ ബാഗ് എടുത്തു. തോർത്തൊരു ബെഡ്ഷീറ്റും എടുത്തു. ബൈ 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 പോന്നു. ടാറ്റ ബൈ. അപ്പോൾ ഞങ്ങൾ പോവാണ്. നമുക്ക് പോകുന്ന വഴിയിൽ ഓരോ വിശേഷങ്ങളൊക്കെ അറിയാം. അപ്പോൾ നമ്മൾ പോകുന്നു. വീടിൻ്റെ അവിടെയുള്ള ഇടവഴിക്ക് ഇറങ്ങി നേരെ മെയിൻ റോഡിലേക്ക് കയറാൻ പോവാണ്. നമ്മൾ വെയിലുണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ വെയിൽ കുറവാണ്. പറയാൻ പറ്റുന്ന കുറച്ച് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ വെയിലുണ്ടാവാൻ മതിയാവും. നമ്മളെങ്ങട്ടാ പോണത്? നമ്മളിപ്പോ ഗുരുവായൂരെത്തി. നേരെ ഗുരുവായൂർ നടേണ്ട മുന്നിലാണ്. നമ്മളൊരു ഉച്ചയ്ക്ക് ആകുമ്പോൾ എത്തിയിട്ടുണ്ട്. ഉച്ചെത്തി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഉറങ്ങി. നന്നായി ക്ഷീണമൊക്കെ മാറ്റി. പിന്നെ ദീപാരാധന തൊഴാൻ വേണ്ടിയിട്ട് വന്നാണ്. പിന്നെ നന്നായിട്ട് തൊഴുത് കണ്ണനൊക്കെ കണ്ട് പ്രാർത്ഥിച്ച് നേരെ കൽപ്പാത്തിക്ക് പോവാന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ നേരെ ഗുരുവായൂർ പോയിട്ട് കൃഷ്ണനാട്ടം ഉണ്ടല്ലോ, അപ്പോൾ കൃഷ്ണനാട്ടം കണ്ടിട്ട് നേരെ കൽപ്പാത്തിക്ക് ഇവിടെ അയച്ചു. ഒന്നിവിടെ സ്റ്റേ ആക്കി ഒന്ന് കണ്ണനെയൊക്കെ കണ്ട് തൊഴുത് നാളെ രാവിലെ ഒന്നും കൂടെ കയറി തൊഴുതിന് ശേഷം പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് വീഡിയോ ഉള്ളൂ ഗുരുവായൂരത്തെ. അപ്പം അത്രയേ ഉള്ളൂ. നല്ല രസമുണ്ട്. ഓരോ കാപ്പിയും അങ്ങനെ നമ്മൾ കാപ്പിയും ചായയും കുടിക്കാൻ, ചായല്ല കാപ്പിയും ചായയും കാപ്പി വാടയും കുടിക്കാൻ വേണ്ടി വന്നാണ്. ഉച്ചയ്ക്ക് ചോറ് നല്ല വിശപ്പുണ്ട്. നമ്മൾ കൃഷ്ണനാട്ടം കാണാൻ പോകുമ്പോൾ ചോറുന്നിട്ടാ പോവാം. ചിലപ്പോൾ ചോറിന് സാഹചര്യത്തിന്റെ സമ്മർദ്ദം പോലെ നല്ല വിശപ്പുണ്ടെങ്കിൽ പോയി ചോറിട്ട് കയറാം. അപ്പൊ തൽക്കാല ആശ്വാസത്തിന് വേണ്ടിയിട്ട് കാപ്പിയും വടയും കഴിക്കാൻ കയറിയത്. ഇത് വേണം. എന്താ ഇത് വലുതാ. വട എങ്ങനെയുണ്ട്? വട കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ്. വട, ചട്നി, സാമ്പാർ രസമുണ്ട്. പക്ഷെ ഞെരിഞ്ഞരിച്ചിലില്ല. വട കാണാനൊക്കെ രസമുണ്ട്. വട ഫിനിഷ് ആണ്. നിങ്ങൾ വട കഴിഞ്ഞോ?
അപ്പം രാത്രി കൃഷ്ണനാട്ടമൊക്കെ കണ്ടിട്ട് വന്ന് കുറച്ച് നേരം വൈകി. കൃഷ്ണനാട്ടം കഴിയാൻ തന്നെ ഏകദേശം ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പം തുടങ്ങിയത് ഏകദേശം ഒരു 11 മണിയൊക്കെ ആകുമ്പോഴാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്ക് റൂമിൽ വന്ന് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി എല്ലാ സാധനങ്ങളും ഇവിടെ വെച്ചിട്ടാണ് പോയത്. ഭക്ഷണം കഴിച്ചതിന് ശേഷം നേരെ കൃഷ്ണനാട്ടം കാണാൻ വേണ്ടി പോയി. സാധാരണത്തിലും കുറച്ച് നേരം വൈകിയുണ്ട് തോന്നുന്നു തുടങ്ങാൻ. അവിടുത്തെ ശീവേലിയൊക്കെ കഴിഞ്ഞ് ശീവേലിയൊക്കെ നല്ല രസമുണ്ടായിരുന്നു. കണ്ട് നന്നായിട്ട് കണ്ട് തൊഴാനൊക്കെ പറ്റി. എന്ന് വെച്ചാൽ ശീവേലിന്റെ സമയത്ത് നല്ല തിരക്കുണ്ടായിരുന്നു. അതുപോലെ തന്നെ കൃഷ്ണനാട്ടം കാണാനും പ്രാവശ്യം സാധാരണ മുന്നേ കണ്ടപ്പോൾ വലിയ തിരക്കില്ലായിരുന്നു. അപ്പം തൊഴുതിറങ്ങിയപ്പം തന്നെ കൃഷ്ണനാട്ടം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം വലിയ തിരക്ക് അന്ന് അനുഭവപ്പെട്ടില്ല. പക്ഷെ ഇന്ന് നല്ല തിരക്കുണ്ടായിരുന്നു. സദസ്സ് നിറഞ്ഞു നിൽക്കുന്ന അത്ര ഉള്ളിലാണ് ഉണ്ടാവുക, അമ്പലത്തിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവിടെ ആ നടവഴി മുഴുവൻ ആൾക്കാരായിരുന്നു. നല്ല തിരക്കുണ്ടായിരുന്നു. എന്തായാലും ഒന്ന് കാണുന്ന എല്ലാവരും ഒന്ന് കാണുന്ന ഒരു ഇതാണ്. കാരണം എന്താ വെച്ചാല് നമ്മൾ ഇങ്ങനത്തെ ഒന്നും കാണലില്ലല്ലോ. കഥകളി ആണെങ്കിലും അല്ലെങ്കിൽ അങ്ങനത്തെ കലാരൂപമൊക്കെ ആണെങ്കിലും നമ്മൾ അങ്ങനെ ഒരു ലൈവ് ഷോ കാണാൻ ഇപ്പം ചാൻസ് കുറവല്ലേ. അപ്പം ആരെങ്കിലും ഗുരുവായൂരൊക്കെ പോകുന്നുണ്ടെങ്കിൽ കൃഷ്ണനാട്ടം ഉണ്ടെങ്കിൽ അതൊന്ന് കാണുന്നത് നന്നായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. രാത്രി ഭയങ്കര ഒരു ആംബിയൻസ് ആയിരുന്നു. ഫുള്ള് എല്ലാ തിരികളും കത്തിച്ച് എന്താ പറയാ. അതെ, ആ ഒരു സമയമായപ്പം ഫുള്ള് ശ്രീ എന്ന് വെച്ചാൽ അതല്ല കഥകളി അല്ല കൃഷ്ണനാട്ടത്തിന് സമയത്ത് കത്തിച്ചതല്ല, ഈ ഒരു ശീവേലിക്ക് വേണ്ടിയിട്ട് ഫുള്ള് തിരികളൊക്കെ കത്തിച്ച് നല്ല ഒരു ആംബിയൻസ് ആയിരുന്നു. അതിന്റെ ശേഷം കുറച്ച് ആൾക്കാർ കുറഞ്ഞു. പക്ഷെ എന്നാലും നല്ല രീതിയിൽ ആൾക്കാരുണ്ടായിരുന്നു കൃഷ്ണനാട്ടം കാണാൻ. ഒരു കഥകളീനെ പോലത്തെ ഒരു പെർഫോമൻസ് ആണ്. പല ക്യാരക്ടേഴ്സ് ഉണ്ട്. ഞങ്ങൾ കണ്ടത് സ്വയംവരായിരുന്നു ഞങ്ങളെ വിഷയം. അല്ല, ഞങ്ങൾ ഇന്നലത്തെ വിഷയം. ഇന്നലെ 8 ഇതായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഈ കൃഷ്ണനാട്ടത്തിന്. അപ്പൊ അതിൽ സ്വയംവരാണ്, രുക്മിണി സ്വയംവരം എന്നുള്ള ഒരു പാർട്ടാണ്. ഈ കൃഷ്ണനാട്ടത്തിന് തന്നെ 8 സെക്ഷൻ ആക്കിയിട്ട് വേർതിരിച്ചിട്ടുണ്ട്. അതിലെന്താ യുദ്ധം, അങ്ങനെ കുറെ ഇത് വേറെ വരുന്നത്. പിന്നെ 13 രംഗങ്ങളാണുള്ളത്. ഓരോ രംഗത്തിന്റെ ഡീറ്റെയിൽസ് അവർ ആദ്യം പറഞ്ഞു തരുന്നുണ്ട്. പിന്നെ ഒരു ബാനർ വെച്ചിട്ടുണ്ട്. ഓരോ വരുന്ന ക്യാരക്ടേഴ്സ് ആരൊക്കെയാണ്, അവിടെ അവർ നടത്തുന്ന സംഭാഷണങ്ങൾ ഏതൊക്കെയാണ്. കാരണം ഫുള്ളും മുദ്രകളും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ചിലപ്പം സാധാരണ ആളുകൾക്ക് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പം അതിന് വേണ്ടിയിട്ട് അവർ ആദ്യം ബാനറൊക്കെ വെച്ച് ആദ്യം ഒരു ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മളത് കണ്ടിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അവർ കാണിക്കുന്നതും അവരുടെ എക്സ്പ്രഷനിലൂടെയൊക്കെ നമുക്ക് കറക്റ്റ് മനസ്സിലാവേണ്ടത് എന്താന്നുള്ളത്. അങ്ങനെ മൊത്തം ഒരു 13 രംഗങ്ങളായിട്ടുണ്ടായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് 11 മണിക്ക് തുടങ്ങിയതായിരുന്നു. 11 മണി തുടങ്ങി പുലർച്ചെ 2 മണി വരെ ഉണ്ടായിരുന്നു. 2 മണിക്കായിരുന്നു ഞങ്ങൾ തിരിച്ചു റൂമിലേക്ക് എത്തുമ്പോൾ. ചെറുതായിട്ട് ഉറക്കമൊക്കെ 3 മണിക്കൂറാണ് അതിന്റെ ഒരു ഡ്യൂറേഷൻ. എന്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായി ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അവള് കിടന്നുറങ്ങി, ചാരി ഇരുന്ന് ഉറങ്ങി. ഞാനത് മുഴുവൻ കണ്ടു. അത്യാവശ്യം ആൾക്കാരുടെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാർ എണീറ്റ് പോയിട്ടുണ്ടായിരുന്നു. എന്നാലും ആൾക്കാരുണ്ടായിരുന്നു, കാണാൻ നല്ല ഇഷ്ടമുണ്ടായിരുന്നു. പക്ഷെ ഉറക്കം ശ്രമിച്ചില്ല, കുറച്ച് ഉറങ്ങിയിട്ടുള്ളൂ. പക്ഷെ എന്നാലും കണ്ടിട്ടുണ്ടായിരുന്നു മുഴുവനായിട്ട്. എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നത് നന്നായിരിക്കും. നല്ല രസമുള്ളതാണ്, കണ്ടിരിക്കാം. അപ്പം നിങ്ങൾ പറ. ഇന്നത്തെ വിശേഷം ഇത്രയൊക്കെയുള്ളൂ. ഇന്ന് കഴിഞ്ഞ് നല്ല ഉറക്കം വരുന്നുണ്ട്. ഏകദേശം 2-2:15 കഴിഞ്ഞിട്ടുണ്ട്. നല്ലതായി കിടന്നുറങ്ങിയിട്ട് നാളെ രാവിലെ കാണാം. ഓക്കെ, ബൈ.